ഹലോ എവ്രി വൺ, ലവ്ലി റണ്ണറിൻ്റെ 11th എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ സുൻജിയും ഇംസോളും കൂടെ കിസ് ചെയ്യുന്ന രംഗത്തായിരുന്നു തുടക്കം. അപ്പം അവർ ഒഫീഷ്യലി ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ അമ്മ സാധനങ്ങളൊക്കെ വാങ്ങി, ഇംസോളിൻ്റെ അമ്മ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ വരുമ്പോൾ സുൻജി ഇങ്ങനെ ആരോ കിസ് ചെയ്യുന്നത് കാണും. പക്ഷേ ഇംസോളിനെ ഞാൻ അറിയില്ല കേട്ടോ. എന്നിട്ട് അമ്മ അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരും വീട്ടിലോട്ട്. എന്നിട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും, പയ്യൻ വല്ലാത്തൊരു പയ്യൻ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ DVD ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് പോന്നിട്ട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട് നൈറ്റ്. അപ്പോൾ ഈ സുഞ്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, അമ്മ എന്നെപ്പറ്റി എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ കാണുമ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ ഇംസോൾ പറഞ്ഞു, നീ അതിനെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്, എനിക്ക് നിൻ്റെ വേറെ കാര്യത്തിൽ ആലോചിച്ചിട്ടാണ് പേടി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ 15 വർഷം കൊണ്ട് മരിക്കൊന്നുമില്ല, നീ പേടിക്കണ്ട, നമുക്കതൊക്കെ മാറ്റാം. ഞാൻ ഇതായി കഴിഞ്ഞാലും നിൻ്റെ ഇതല്ല അത്, നീ കാരണമല്ല, നീ കരയല്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും വീട്ടിലോട്ടെത്തേ. വീട്ടിലാണെങ്കിൽ സുഞ്ചിയെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുകയാണ്, അവൾക്ക് മെസ്സേജ് അയച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നുണ്ട്, ഇനി സ്കിന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ ചാർജ് കമ്മിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ എയർപോർട്ടിൽ പെട്ടതാണല്ലോ. അപ്പം ഫോൺ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട്, ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജർ അന്വേഷിച്ച് പോയി. ചാർജർ കിട്ടി, കുത്തി വെച്ചപ്പോഴേക്കിന് കറണ്ട് പോകും. ഈ സമയം കൊണ്ട് എന്താ, നമ്മുടെ അച്ഛൻ സുഞ്ചേൻ്റെ അച്ഛൻ വീട്ടിലോട്ട് വരും. അപ്പം സുഞ്ചേൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, പാവം എൻ്റെ മോൻ പോയല്ലോ, US പോയല്ലോ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, ഇത്ര വലിയ വീട് എന്തിനായിരുന്നു, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ ആൾക്ക് ഒറ്റയ്ക്കാവുമ്പോൾ. അപ്പം മൂപ്പരിങ്ങനെ ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും അവൻ ചാർജർ കൊണ്ടുപോയി കുത്തുമ്പോൾ ബ്രേക്കർ ഓഫ് ആവുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെ അങ്ങനെ വെളിയിലോട്ട് വരുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ സുഞ്ചി ഇതേ മാസ്കൊക്കെ ഇട്ടിരിക്കുന്ന രംഗം കണ്ടിട്ട് അച്ഛൻ തല പിന്നെ വീഴുന്നുണ്ട്, ബോധം കെട്ട് വീഴുന്നുണ്ട്. എന്നിട്ട് അച്ഛനെ എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങനെ നോക്കൂട്ടോ, എന്താണ് അച്ചാച്ചാന്നൊക്കെ വിളിച്ചിട്ടേ. അപ്പോൾ ഇംസോളാണെന്നുണ്ടെങ്കിൽ ഫോണിലൂടെ ഈ കേസിനെ പറ്റിയിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിടിച്ചോ, എങ്ങനെയുണ്ട്, എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ ഈ മാസ്കൊക്കെ വെച്ചിട്ട് അച്ഛനെ എഴുന്നേൽപ്പിക്കും. അച്ഛൻ അപ്പോഴും കാണുമ്പോഴും പേടിക്കും, നീ ആരാന്നൊക്കെ ചോദിക്കും. അപ്പോൾ സുഞ്ചി പറയും, ഞാനാണ് സുഞ്ചിയാണ്. അച്ഛൻ പേടിക്കില്ല, ഞാനാണ്. നീ എന്തിനാ ഈ മാസ്കൊക്കെ വെച്ചിട്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ, സ്വന്തം അച്ഛൻ അറ്റാക്ക് വന്നിട്ട് കൊല്ലിക്കുള്ളൂ നീ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ എന്താടാ US പോകാത്തത്, ഇപ്പോൾ USൻ്റെ എത്ര സമയമാവല്ലോ. ഒന്നുമില്ല അച്ഛൻ, ഞാൻ പോകുന്നില്ല, എനിക്കിപ്പോൾ സ്വിമ്മിങ്ങിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഞാൻ വേറെ വല്ല ജോബൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൺവെർസേഷൻ എൻഡ് ചെയ്യേ. പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാൻഡ്മാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ സുഞ്ചിനെ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പെൺകൊച്ചിനായിട്ട് ഇങ്ങനെ കിസ് ചെയ്യുന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇംസോളിന് ആകെ ചമ്മലാവുന്നുണ്ട്. ഇംസോളാണല്ലോ, ഈ അമ്മ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛൻ്റെ അടുത്തും പോയി പറയുന്നുണ്ട്, സുഞ്ചേൻ്റെ അച്ഛൻ്റെ അടുത്തും പോയി പറയുന്നുണ്ട് കേട്ടോ, പാര വയ്ക്കുന്നുണ്ട്. അപ്പം സുഞ്ചേൻ്റെ അച്ഛൻ ആദ്യം വിശ്വസിക്കില്ല. എന്നിട്ട് സുഞ്ചേനോട് ചോദിക്കും, നീ ശരിക്കും US പോകാത്തതിൻ്റെ കാരണം വേറെ പെൺകുട്ടിയോടൊന്നല്ലല്ലോ, അച്ഛനെന്താ പറയണേ, അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറയും. പിന്നെ രണ്ടുപേരും കൂടെ കോളേജിൽ പോവുകയാണ്, ഇങ്ങനെ ഹഗ്ഗൊക്കെ ചെയ്ത് കൈയൊക്കെ പിടിച്ച് അങ്ങനെ കോളേജിലെത്തുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനിൻ്റെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, നമുക്കിതിങ്ങനെ റിലേഷൻഷിപ്പ് സീക്രട്ടായിട്ട് വെക്കാമെന്ന് പറയും. പക്ഷെ അപ്പോഴത്തേക്കും അവളെ ഫ്രണ്ട്സും ബാക്കിയുള്ള ഫ്രണ്ട്സും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇവർ ക്ലാസ്സിൽ കയറിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ ക്ലാസ് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പരിപാടികളൊക്കെ ഉണ്ട് അവർ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുഞ്ചൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, ഇൻഹ്യുക്കിന് സൂപ്പർ സ്റ്റാർ കേൻ്റെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അതിന് ഇവൻ പോയിട്ടില്ല. പക്ഷെ അത് ഇംസോളിന് ഭയങ്കര സങ്കടമാവും. കാരണം ആ ഒരു ഓഡീഷനാണ് ഇവനെ സുഞ്ചനെ ശരിക്കും ഫേമസ് ആക്കുന്നത്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടമാവും, ഫ്യൂച്ചറിൽ ചിലപ്പോൾ അത് നടക്കില്ല, ഈ കേയിൽ സെലക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറയുക. അപ്പോൾ അവളാകെ സങ്കടപ്പെട്ടിരിക്കും. അപ്പോൾ അവൻ പറയും, കുഴപ്പമൊന്നുമില്ല, എനിക്കിനി ജോലി ഇല്ലെങ്കിൽ നീ എന്നെ നോക്കൂലേ എന്നൊക്കെ പറയും. അപ്പോൾ അവൾ പറയാം, നീ ഇപ്പം അൺഎംപ്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംസോളിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ബെസ്റ്റ് ഫ്രണ്ട്, അവൾ സുഞ്ചേൻ്റെ ഫ്രണ്ടിനായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കോഫി കുടിക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇംസോളിൻ്റെ ബ്രദർ ഒപ്പം കാണുന്നുണ്ട് കേട്ടോ. വലിയ രസമൊന്നുമില്ല, ചെറിയൊരു പൊസിറ്റീവ്സ് അടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഇംസോളിൻ്റെ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് തടിയുള്ള ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ്റെ ബ്രദറിൻ്റെ മാരേജാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കോണ്ടൊക്കെ കൊണ്ടിട്ട് അവനിങ്ങനെ ഒരു കവറിലാക്കിയിട്ട് വരികയാണ്. ആ കവർ അറിയാതെ സുഞ്ചൻ്റെ ബാഗിൽ പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ തമ്മിൽ ഡേറ്റ് ചെയ്യാൻ പോകും. ഭക്ഷണമൊക്കെ കഴിച്ച് ഫോണിൽ ഒരുപോലത്തെ കീ ചെയിനൊക്കെ ഇതാക്കി നൈറ്റ് അവരെന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരിങ്ങനെ ഓരോരോ വിഷ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇതളുകൾ നിലത്ത് വീഴുന്ന പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷസ് നടക്കും എന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വിഷ് ചെയ്യുന്നുണ്ട്. അവർ വിഷ് ചെയ്തൊന്നുമില്ല, ഈ സന്തോഷം അതുവരെ പോകണം, സുഞ്ചയ്ക്ക് ആപത്തൊന്നും ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് അവർ വിഷ് ചെയ്തത്.
പിന്നെ അവർ വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേർക്കും സംഭവം വീട്ടിൽ പോകാൻ തീരെ താല്പര്യമില്ല, ആ ഡേറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ DVD ഹൗസിൽ ഓരോരോ സിനിമയൊക്കെ കണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. ശരിക്കും കിസ്സിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അവൾ കുറേ പ്രതീക്ഷിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സുഞ്ചൻ നല്ല കുട്ടിയായതുകൊണ്ട് അതൊന്നുമില്ല. രാവിലെ അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൾ സുഞ്ചൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. സുഞ്ചേനെന്നുണ്ടെങ്കിലും കണ്ണടച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് അവൾ ഡ്രൂൾ ചെയ്തിട്ടുണ്ട്, അത് വായിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇതായിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ അവൻ്റെ ഷർട്ടിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വന്നിട്ട് അവളുടെ ബ്രദറും അമ്മയും വാതിൽ തുറക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും കാണും. ഇവർക്ക് രണ്ടുപേർക്കും നല്ലത് കിട്ടുന്നുണ്ട്, എന്താ സംഭവം എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് സുഞ്ചേൻ്റെ അച്ഛനും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇംസോളിൻ്റെ അമ്മയും ബ്രദറും ഉണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാണ്. എന്താണ് സംഭവം, എങ്ങനെയാണ്, നിങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇംസോളും സുഞ്ചിയാണ് ആക്ച്വലി ഡേറ്റ് ചെയ്യുന്ന ആൾക്കാർ. സുഞ്ചയ്ക്ക് ഇഷ്ടമുള്ള പെൺകുട്ടി നമ്മുടെ ഇംസോൾ തന്നെയാണെന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് എന്തിനാ ഇങ്ങനത്തെ കുട്ടീനൊന്നും വേണ്ട, അവൾ ഭയങ്കര ബോസി ഫാമിലിയിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ അമ്മ അവളുടെ ഇംസോൾ എൻ്റെ നല്ല കുട്ടിയാണ്, എൻ്റെ പ്രഷ്യസ് ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളും പറയും. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് പറയുന്നിട്ട് നിങ്ങളുടെ മോന് ചെറിയ പ്രായത്തിൽ തന്നെ DVD ഓരോരോ മറ്റേ ബേസിക് ഇൻസ്റ്റൻസ് ഒക്കെ പറഞ്ഞിട്ട് ഓരോരോ ഫിലിമിൻ്റെ DVD ഒക്കെ വാങ്ങിക്കൊണ്ടുപോയതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. മാത്രമല്ല ഈ ഒരു കോണ്ടത്തിൻ്റെ ഒരു പാക്കറ്റ് ഇവരുടെ ബാഗിലുണ്ടായിരുന്നു. സുഞ്ചൻ്റെ ബാഗിൽ അറിയാതെ പെട്ടതാണ് ഫ്രണ്ട്സിൻ്റെത്. അതാകെ നിലത്തോട്ട് വീഴും ഇങ്ങനെ വലിച്ചപ്പോൾ. അപ്പോൾ ഇവർ ആകെ ഷോക്കഡാവും, എന്താ സംഭവം, നല്ല ഓക്സിജൻ പോലെ എന്നാണ് സുഞ്ചനെ വിശേഷിപ്പിക്കുക, അത്രയും പ്യുവറാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇത്രയും പ്യുവറായിട്ടുള്ള സുഞ്ചേൻ്റെ ബാഗിൽ ഇതൊക്കെയാണോ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഭയങ്കര അടി ഉണ്ട്. പക്ഷെ ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു സീനാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോകുന്നുണ്ട്. എന്നിട്ട് സുഞ്ചി ഇങ്ങനെ ഇംസോളിന് ഫോൺ വിളിക്കുന്നുണ്ട്, അവിടെ പ്രശ്നം എന്തായി, ശരിക്കും അതൊന്നും എൻ്റെ അല്ല, ഞാനല്ല ചെയ്തത്, ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അപ്പോൾ ഇംസോളിന് ചെറിയൊരു സംശയമുണ്ട്, കാരണം സുഞ്ചൻ്റെ ബാഗിൽ നിന്ന് ഇത്രയും പാക്കറ്റ്സ് ഓഫ് കോണ്ടം എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സുഞ്ചയ്ക്ക് ഇത് മാറ്റി കൊടുക്കണമല്ലോ, ഈ തെറ്റിദ്ധാരണ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സുഞ്ചൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ ബാഗിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത് എന്താ ആരുടെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഫ്രണ്ട് പറയും, അത് അവൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ മാരേജിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു, അവനത് ഒരുപാട് അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പോൾ സുഞ്ചി പറയും, എന്തായാലും അവൻ്റെ അടുത്ത് ഒന്ന് ക്ലിയർ ആക്കാൻ പറഞ്ഞ് അവൻ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ടെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഫാമിലിയും കൂടെ തെറ്റിദ്ധാരണകൾ ക്ലിയർ ആക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഗ്രാൻഡമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് DVD നീ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയാം, ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, ഇതാണ് എൻ്റെ പ്രൂഫ്, എൻ്റെ വീട്ടിൽ DVD ഒന്നും ഇടാൻ പറ്റില്ല. പിന്നെ കോണ്ടം എന്ന് പറയുന്നത് അവൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, അവ ഒന്ന് കളക്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസുകാർ ഇതിനെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങളുണ്ടല്ലോ, കിഡ്നാപ്പറെ പറ്റിയുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ തേസോങ്ങിന് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഇംസോൾ പറയുന്നുണ്ട്, നീ ആരുടെടുത്തും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ സുഞ്ചി വരുന്നുണ്ട്. അപ്പോൾ സുഞ്ചി എന്ത് ചെയ്യുന്നുണ്ട്, തേസോങ്ങിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, എന്താ സംഭവം, നിൻ്റെ അടുത്ത് എന്താണ് അവൾ അങ്ങനെ പറഞ്ഞത്, എന്താ എന്നോട് പറയണ്ട എന്നൊക്കെ പറഞ്ഞു പറയും. അപ്പോൾ അവൻ പറയും, ഇല്ല ഒന്നും പറയാൻ പറ്റിയിട്ടില്ല, അതൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും. ഇവിടെ നമ്മുടെ ഒപ്പയാണെന്നുണ്ടെങ്കിൽ, അത് ഇംസോളിൻ്റെ ബ്രദറാണെങ്കിൽ ഫിലിമിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹം, പക്ഷേ ചാൻസുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ശോകിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഫ്രണ്ട് വരിക. അപ്പോൾ അവരെ പിന്തുടർന്നൊരു നായ്ക്കുട്ടിയും വരും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ അലമാര കയറി വിളിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവർ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിറ്റേത്തെ ദിവസം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുഞ്ചി ഇങ്ങനെ ഒരാളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്, വേറെ ആരുമില്ല, നമ്മൾ തേസോങ്ങാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് അവർ കുടിച്ചിട്ട് രണ്ടുപേരും ബോധമില്ല, അത് ഒരുപാട് വെകിലിത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടാണ് അത് എടുത്ത് കൊണ്ടുവന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ഓർമ്മയില്ലല്ലേ, രണ്ടുപേരും ഭയങ്കരമായിട്ട് വട്ടാക്കിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടൊക്കെ ഭയങ്കര സീനായിട്ടാണ് വന്ന് കിടന്നുറങ്ങിയത്, എനിക്കിതിനെ പറ്റിയിട്ടൊന്നും പറയാനുള്ള മൂഡില്ല, നിങ്ങളൊന്ന് ദയവ് ചെയ്ത് പോകണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. സംബന്ധിച്ച ഫ്രണ്ടിന് അന്നൊരു നല്ലൊരു മൂഡിലല്ലായിരുന്നു, ഫ്രണ്ട് ആകെ ശോകിച്ചിരിക്കുകയായിരുന്നു. ഫ്രണ്ടിൻ്റെ പ്രോഗ്രാമൊക്കെ കൊളായിട്ട്, അവർക്ക് നല്ല ഓഡീഷൻ ഉണ്ടായിരുന്നല്ലോ, ആ സംഭവം കൊളായിട്ട് എന്താവുന്നുണ്ട്, അവർ റെൻറ്റിനടുത്ത് റൂമൊക്കെ കൊടുത്തിട്ട് അവൻ പോകാൻ നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ കിഡ്നാപ്പറെ പറ്റി അന്വേഷിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഏകദേശം സംഭവങ്ങൾ കിട്ടി. കാരണം കിഡ്നാപ്പർ അടുത്ത ക്രൈം സീനിലുള്ള തുടങ്ങുമായിരുന്നു. അപ്പം ഈ അനിമൽസിനൊക്കെ കുത്തിവെക്കുന്ന അനസ്തേഷ്യ പോലെ അതിൻ്റെ മരുന്നൊക്കെ എടുത്തിട്ട് അവൻ ഇറങ്ങുന്ന സമയത്ത് പോലീസ് വന്നാൽ അറസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇംസോളിനടുത്ത് പറയുമ്പോൾ ഇംസോളിന് ഭയങ്കര സന്തോഷവും, കാരണം കിഡ്നാപ്പർ അറസ്റ്റ് ചെയ്തല്ലോ, ഇനി പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവരുടെ ബാറിൽ
എനിക്കൊക്കെ പാടാൻ പോകുന്ന ബാറിൻ്റെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ സുഞ്ചി അവിടെ പാടുന്നുണ്ട്. അപ്പം ഇംസോളിനെ ക്ഷണിക്കുന്നുണ്ട്. അപ്പം ഇംസോൾ ഇവൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. കാരണം സുഞ്ചിക്ക് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഈ സിംഗിങ് എന്നൊക്കെ പറയണത്. അപ്പോൾ ഇങ്ങനെ സ്റ്റേജിൽ കാണുമ്പോൾ അവൾക്ക് ലൈവായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. അപ്പോൾ എന്നിട്ട് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയും ഇതിൻ്റെ ഇടയിൽ നമ്മൾ കിഡ്നാപ്പറെ അറസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ അവർക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് കിഡ്നാപ്പർ അവിടെ നിന്ന് എസ്കേപ്പായി പോകുന്നുണ്ട്. ഈ എസ്കേപ്പായി പോകുന്ന രംഗത്തോടെയാണ് നമ്മുടെ 11th എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.